ആത്മീയ പുതുക്കത്തിൻ്റെ ജീവിതശൈലി രണ്ടാം ഭാഗം. കോപിപ്പീൻ, പാപം ചെയ്യരുതെന്ന് എഫേസ്യ ലേഖനം 4:26 വചനഭാഗം സങ്കീർത്തനങ്ങൾ 4:4 നിന്നും എടുത്തിട്ടുള്ളതാണ്. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. അതുപോലെ അവങ്കലേക്ക് നോക്കുക, പ്രകാശിതരാകുക, സങ്കീർത്തനങ്ങൾ 34:5. ഇവ എബ്രായ ഭാഷയിലെ ഒരു സാധാരണ ശൈലിയാണ്. രണ്ട് ആജ്ഞാരൂപങ്ങൾ ചേർത്തുള്ള ഈ ശൈലിയിൽ ആദ്യത്തേത് ഒരു സ്ഥിതിയും രണ്ടാമത്തേത് അതിൻ്റെ ഫലവുമായിരിക്കും. കോപം മനുഷ്യ സഹജമായ ഒരു വികാരമാണെങ്കിലും മനസ്സിലുണ്ടാകുന്ന ഇത്തരം വികാരങ്ങൾ പോലും എബ്രായർ 8:8 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്നത് പോലെ ക്രിസ്തു നമ്മുടെ ഹൃദയമാകുന്ന മാംസപ്പലകയിൽ എഴുതിയ പുതിയ നിയമമായ പുതുക്കിയ ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി. ഹൃദയവിചാരത്തിലൂടെ ഉണ്ടാകുന്ന കോപം കൊലപാതകത്തിന് തുല്യമായി തീരുന്നതിനാൽ അവയ്ക്കും നിയന്ത്രണം ആവശ്യമാണ്. കാരണം യിരെമ്യാവ് 17:1 പറയുന്നു, യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിൻ്റെ മുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു. അതവരുടെ ഹൃദയത്തിൻ്റെ പലകളിൽ മേലും ബലിപീഠത്തിൻ്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു. അവിടുന്ന് നമുക്ക് ദൈവമായും നാം അവിടുത്തേക്ക് ജനമായും ഇരിക്കേണ്ടതിന് അവിടുന്ന് പുതിയ നിയമം പുസ്തകത്താളുകളിലല്ല, പാലിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളിലാക്കി ഹൃദയത്തിലെ മാംസപ്പലകമേലാണ് എഴുതിയിരിക്കുന്നത്. ന്യായവിധി എബ്രായർ 8:8 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്നത് പോലെ എഴുതിയിരിക്കുന്ന നിയമങ്ങളും യിരെമ്യാവ് 17:1 പറയുന്നത് പോലെ ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിൻ്റെ മുന കൊണ്ടും കാലാകാലങ്ങളിൽ നാം ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ പലകകളിൽ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. ഇത് മറയ്ക്കുവാനും മായ്ക്കുവാനും നമുക്ക് സാധ്യമല്ല. നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും സദാ നിയന്ത്രിക്കുന്ന ദൈവം മുമ്പാകെ ഇവയൊരിക്കലും മറഞ്ഞിരിക്കുന്നില്ല. എന്നാൽ അവയവിടുന്ന് ഓർക്കാതെ ഇരിക്കണമെങ്കിൽ, ക്ഷമിക്കണമെങ്കിൽ പാപികളായ നമുക്ക് മാനസാന്തരം ആവശ്യമാണ്. അതിനാണ് ക്രിസ്തു വന്നത്. അവിടുന്ന് വീണ്ടും വരുമ്പോൾ നമ്മെയും ചേർത്തുകൊള്ളണമെങ്കിൽ ഹൃദയംഗമായ അനുതാപത്തോടെ പാപത്തെ ഉപേക്ഷിച്ച് നാം മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. പ്രിയരെ, അതിന് തയ്യാറുണ്ടോ? ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് തറച്ചു കയറട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.